ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മുടെ മച്ചവീക്ക് ഡേ ആണ്. എമ്പുരാൻ കാണാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടൈം എത്രയായി? 5:55. അപ്പോൾ നമ്മൾ ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻസോടെ നമ്മുടെ ട്രെയിലർ ഭയങ്കര ഇന്റൻസ് ആണ്. രാജുവേട്ടൻ നമുക്ക് നല്ല ഹൈപ്പാണ് വന്നിരിക്കുന്നത്. നമ്മൾ അത് കയറി നോക്കാല്ലേ. എമ്പുരാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ ചോദ്യങ്ങൾ ബാക്കിയിരുന്നു. പി കെ രാംദാസ് എന്തിനെ സ്റ്റീഫനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു? 15-ാം വയസ്സിൽ ഒളിച്ചോടി പോയ സ്റ്റീഫൻ പിന്നീട് 26 വർഷം എവിടെയായിരുന്നു? അയാൾ എങ്ങനെ ചെയ്തു പോകുന്നതിന് കണ്ടുപിട്ടി? സ്റ്റീഫൻ എങ്ങനെ എബ്രഹാം ഖുറേഷിയായി? ഇതെല്ലാം നമുക്ക് കയറി കണ്ടു പറയാം. ടിക്കറ്റ് കൊടുക്കില്ല, പടം തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞു, ഇന്റർവെല്ലാണ്. ഞങ്ങളിപ്പോ വന്നത് തന്നെ നമ്മുടെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിന്റെ കാര്യം പറയാണ്. ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ഗ്രാഫിക്സ് സൂപ്പർ ആയിരുന്നു. സോങ് അടിപൊളിയായിരുന്നു. സോങ് ഉണ്ട്, വിഷ്വൽ സോങ് അടിപൊളി. പ്രാർത്ഥനേന്ദ്രത്തിന്റെ വോക്കൽ അടിപൊളിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആനന്ദ് ശ്രീരാജിന്റെ വോക്കൽസ് വന്നത് പൊള്ളിയായിരുന്നു. മൂവി കഴിഞ്ഞിട്ട് മൊത്തം റിവ്യൂ പറയാം. ഹലോ ഗൈസ്, ഞങ്ങൾ പടം കഴിഞ്ഞതേ ഇറങ്ങിയേ ഉള്ളൂ. പടം കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ കുറച്ച് സ്ലോ പേസ് ആയി പോയി. പിന്നെ നമ്മൾ ലൂസിഫറിന്റെ ഉള്ള അത്രയും കീപ്പ് ഓൺ എൻഗേജിംഗ് ആയിട്ട് വെക്കാൻ പറ്റില്ല. കുറച്ച് സ്ഥലത്ത് നമ്മൾ വിട്ട് ഗൈസ് എന്താ സംഭവം എന്ന് വെച്ചാൽ മാസം കൂടി പോയിട്ട് കുറച്ച് ലാഗ് ആയി പോയി പടം. അല്ല മുരളി ഗോപി വാസ് നൈസ്, ബട്ട് അത് സ്ലോ പേസിലാണ് എക്സിക്യൂട്ട് ചെയ്ത് വന്നത്. അപ്പൊ അതിന്റെ കുറച്ചൊരു ലാഗിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഫൈറ്റ് സീൻ എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഫൈറ്റ് സീൻ കുറച്ച് കൂടിപ്പോയി. കുറച്ച് അത്ര 3, 4, 5 നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാസ് റിയലി ഓസം അല്ലേ? എല്ലാ സീനും നമ്മൾ ദീപക് ദേവ് ഡിഡ് എ വെരി നൈസ് job. Cinematography by Sujit Vasudev. It was nice. Music was really good. എല്ലാ ഫ്രെയിമും കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത് ഇവരാരും അല്ല, എനിക്ക് മഞ്ജു വാര്യർ നമ്മളിപ്പോ എനിക്ക് മോഹൻലാൽ പടം കാണാൻ പറ്റില്ലെങ്കിൽ മഞ്ജു വാര്യരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ടെങ്കിലും പടം കാണാൻ വേണ്ടി. മോഹൻലാലിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു രോമാഞ്ചും ഗൂസ് ബംസ് എല്ലാം നമുക്ക് മഞ്ജു വാര്യരുടെ അടുത്താണ് കിട്ടിയത്. മഞ്ജു വാര്യർ സൂപ്പർ ആയിരുന്നു. ടോവിനോ നമ്മുടെ ഫസ്റ്റ്, അതെ യൂസിഫറിൽ നമ്മൾ കണ്ട ടോവിനോ ആയിരുന്നില്ല. നമ്മൾ എമ്പുരാനി കണ്ട ടോവിനോ ആള് എൻറ്റയർലി ഒന്ന് മാറിയായിരുന്നു. ബട്ട് നമ്മുടെ സബ് ആക്ടേഴ്സ് ആയ നന്ദു ചേട്ടൻ, ബൈജു സന്തോഷ്, പിന്നെ മണിക്കുട്ടൻ, സായി കുമാർ, ഇവരെല്ലാരും നൈസായിരുന്നു, നന്നായിട്ട് തന്നെ അഭിനയിച്ചത്. പിന്നെ നമ്മുടെ എടുത്ത് പറയേണ്ട ആള് നമ്മുടെ ജെറോം ഫ്ലിൻ, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ഫെയിം ജെറോം ഫ്ലിൻ, ബ്രോൺ ഓഫ് ബ്ലാക്ക് വാട്ടർ. പുള്ളിയുടെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസ് തിയേറ്ററിൽ വന്ന് കാണും. ഇൻ ഹിസ് വോയിസ്, പുള്ളിയുടെ വോയിസ് ഞാൻ തിയേറ്ററിൽ നമ്മളല്ലോ അപ്പോൾ ഇമ്പാക്ട് ഇവിടെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടില്ല. അവ നമുക്ക് അതിന് വേണ്ടിയിട്ടെങ്കിലും വന്ന് കാണും. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ കൊള്ളായിരുന്നു. ജസ്റ്റ് നമ്മുടെ പേസിന്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു ഡിസഗ്രിമെന്റ് ഉള്ളതല്ലേ. പടം മൊത്തം ഒരു പൊളിറ്റിക്കൽ, നമ്മുടെ ലൂസിഫറിലെ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ വൈബിലാണ് പടം മൊത്തം. പൊളിറ്റിക്സ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് ഒരു പാനിന്റെ ലെവലിൽ പൃഥ്വിരാജ് എടുത്തതിനുള്ള ഒരു കൺട്രിയല്ല, ഒരു കോണ്ടിനെന്റ് കഴിഞ്ഞ അടുത്ത കോണ്ടിനെന്റ്, ആ കോണ്ടിനെന്റ് അടുത്ത കോണ്ടിനെന്റ്. മൾട്ടിവേഴ്സിലാണ്. ഈ മൾട്ടിവേഴ്സ് കഴിഞ്ഞ അടുത്ത മൾട്ടിവേഴ്സ് ഒക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പൃഥ്വിരാജ് പ്ലാൻ ചെയ്തേക്കുന്നത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. ഡയറക്ടഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ, സ്റ്റോറി ബൈ മുരളി ഗോപി, പ്രൊഡ്യൂസ്ഡ് ബൈ ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ് ആൻഡ് ശ്രീ ഗോകുലം മൂവീസ്. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Okay, bye guys. See you in the next vlog.